സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന് ആശ്വാസം. റഹീമിന്റെ ശിക്ഷ 20 വർഷം തന്നെയാണെന്ന് വിധി. നിലവിൽ 19 വർഷത്തെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്നതിനാൽ മാസങ്ങൾക്കകം റഹീമിന് പുറത്തിറങ്ങാനാകും. കേസിൽ കീഴ്ക്കോടതി വിധി ശരിവച്ചാണ് അപ്പീൽ കോടതിയുടെ ഉത്തരവ്. 2006 അബ്ദുൾ റഹീം സൗദിയിലെത്തുന്നത്. അസുഖബാധിതനായി വീൽചെയറിലുള്ള സൗദി ബാലൻ അനസ് അൽ ഫായിസിനെ പരിചരിക്കുകയും ഡ്രൈവിംഗ് ജോലിയുമായിരുന്നു ചെയ്തു വന്നത്. കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത്. അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകണമെന്ന അനസിന്റെ ആവശ്യം നിരസിച്ചതിന്റെ പേരിൽ റഹീമുമായി കുട്ടി വഴക്കിട്ടു. പിൻസീറ്റിലിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തിരിഞ്ഞപ്പോൾ പലതവണ അബ്ദുൾ റഹീമിന്റെ മുഖത്ത് തുപ്പി. തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടി. ഇതോടെ കുട്ടി ബോധരഹിതനായി. ഏറെ നേരം അനസിന്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി നോക്കിയപ്പോഴാണ് ചലനമില്ലാതെ കിടക്കുന്നത് കണ്ടത്. ഇതോടെ ഭയന്നുപോയ റഹീം സൗദിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന മാതൃ സഹോദരപുത്രൻ മുഹമ്മദ് നസീറിനെ വിളിച്ചു വിവരം പറഞ്ഞു. പിന്നീട് ഇരുവരും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വിചാരണയിലാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷയും നസീറിന് 10 വർഷം തടവും കോടതി വിധിച്ചത്. അബ്ദുൾ റഹീം റിയാദിലെത്തി 28ാമത്തെ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. 2012 കേസിൽ അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചു. സൗദി അറേബ്യയിലെ നിയമമനുസരിച്ച് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ആവശ്യപ്പെട്ട ബ്ലഡ് മണി ഏകദേശം 34 കോടിയിലേറെ രൂപയായിരുന്നു. മലയാളികൾ ഒത്തൊരുമിച്ച് സംഘടിപ്പിച്ച് ഈ പണം കോടതി വഴി കൈമാറി. അബ്ദുൾ റഹീമിന്റെ മോചനത്തിലുള്ള തുക സമാഹരിക്കാൻ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര നടത്തിയിരുന്നു. പണം കിട്ടിയതിനെ തുടർന്ന് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുകയും 2024 ജൂലൈ മാസം കോടതി റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്തു. പ്രൈവറ്റ് റൈറ്റ് പ്രകാരമുള്ള കേസിലുള്ള തീർപ്പ് ബാക്കിയാകുകയായിരുന്നു. ഇതിൽ തീർപ്പ് കൽപ്പിക്കാത്തതിനാലാണ് ജയിൽ മോചനം നീളുന്നത്. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ സാധാരണ തടവ് ശിക്ഷയാണ് വിധിക്കാറുള്ളത്. സ്വാഭാവികമായും 19 വർഷമായി തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിനാൽ തടവിൽ കഴിഞ്ഞ കാലം ശിക്ഷയായി പരിഗണിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.